ഹായ് ഫ്രണ്ട്സ്, നോട്ട്സ് ബുക്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലുള്ള ഫസ്റ്റ് എക്സസൈസ് ആണ്. അതായത് പേജ് നമ്പർ 10 ആൻഡ് 11 എക്സസൈസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ എക്സസൈസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: make the following number sequences from the sequence of equilateral triangles, squares, regular pentagons and so on of regular polygons. സോ ഇവിടെ നമ്മളോട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, പിന്നെ റെഗുലർ പെൻറ്റഗൺ, അതേപോലെയുള്ള മറ്റ് റെഗുലർ പോളിഗൻസ് വെച്ചിട്ട് ഒരു സീക്വൻസ് ഫോം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്, എല്ലാ ആംഗിൾസും ഈക്വലാണ്. അതാണല്ലോ റെഗുലർ പോളിഗൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സീക്വൻസസ് ഫോം ചെയ്യാം. ഫസ്റ്റ് സീക്വൻസ് നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ടുള്ളതാണ്. നമ്പർ ഓഫ് സൈഡ്സ് ഭയങ്കര ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുമ്പോൾ 3 സൈഡ്സ് വരും. ദെൻ അടുത്തത് സ്ക്വയർ വരുമ്പോൾ 4 സൈഡ്സ്, ദെൻ പെൻറ്റഗൺ വരുമ്പോൾ 5 സൈഡ്സ്, ദെൻ അടുത്തത് ഹെക്സഗൺ അപ്പോൾ 6 സൈഡ്സ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ ഒരു സീക്വൻസ് ഫോം ചെയ്യും. ദെൻ അടുത്തത് വരുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളടുത്തൊരു ഇക്വേഷൻ ഉണ്ട്. ഇന്നർ ആംഗിൾസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? n-2 ഇൻറ്റു 180. ഇതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ കേസിൽ നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ആണെന്ന് അറിയാം. പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ n-2 ഇൻറ്റു 180 ആണ് നമ്മൾ ഇക്വേഷന്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ കേസിൽ എങ്ങനെ വരിക? ട്രയാങ്കിളിൻ്റെ കേസിൽ 3 സൈഡ്സ് ആണല്ലോ ഉള്ളത്. അപ്പോൾ n = 3 ആയിരിക്കും. അപ്പോൾ 3 - 2 ഇൻറ്റു 180, അതായത് 3 - 2 1 വരും. 1 × 180 180 ഡിഗ്രി. ദെൻ അടുത്തത് എന്താ വരുന്നത്? സ്ക്വയർ. സ്ക്വയറിൻ്റെ കേസിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് 4 വരും. അപ്പോൾ 4 - 2 ഇൻറ്റു 180. 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. 2 × 180 എന്ന് പറയുന്നത് 360 ഡിഗ്രീസ്. ദെൻ നെക്സ്റ്റ് പെൻറ്റഗൺ ആണ്. പെൻറ്റഗണിൻ്റെ സൈഡ്സ് 5 ആണ്. അപ്പോൾ 5 - 2 ഇൻറ്റു 180, അതായത് 3 × 180. 3 × 180 എന്ന് പറയുമ്പോൾ 540 ഡിഗ്രീസ് എന്ന് വരും. ദെൻ നെക്സ്റ്റ് ഹെക്സഗൺ. ഹെക്സഗണ് 6 സൈഡ്സ് ആണ്. അപ്പോൾ 6 - 2 ഇൻറ്റു 180, അതായത് 4 × 180. ആൻസർ 720 ഡിഗ്രീസ് എന്ന് വരും. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് വെച്ചിട്ടുള്ള സീക്വൻസസ് ഫോം ചെയ്യാൻ പറഞ്ഞത് 180, 360, 540, 720 എക്സെട്ര. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എപ്പോഴും 360 ആയിരിക്കും. അത് എല്ലാത്തിനും, ഇപ്പോൾ ട്രയാങ്കിളിനാണെങ്കിലും സ്ക്വയർ ആണെങ്കിലും പെൻറ്റഗൺ ആണെങ്കിലും ഹെക്സഗൺ ആണെങ്കിലും എല്ലാം 360 ആണ് വരിക. സോ 360 ഡിഗ്രീസ്, 360 ഡിഗ്രീസ്, 360 ഡിഗ്രീസ്, 360 ഡിഗ്രി. ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. ദെൻ 1 ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസിൻ്റെ എങ്ങനെ നമ്മൾ കാണുക? 1 എന്നാണ് പറഞ്ഞത്. സമ്മ് നേരത്തെ നമ്മൾ ഓരോന്നിൻ്റെയും കണ്ടു. ഇനി 1 ആണ് പറഞ്ഞത്, ഒറ്റൊന്നിൻ്റെ മാത്രം. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ എങ്ങനെ കാണുന്നത് വെച്ചാൽ n-2 ഇൻറ്റു 180 എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 3 സൈഡ്സ് ആണുള്ളത്, അതേപോലെ 3 ആംഗിൾസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ടോട്ടൽ ആംഗിളിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്, അഥവാ നമ്പർ ഓഫ് ആംഗിൾസ് ഇവിടെ സൈഡ്സിന് ഈക്വലാണ്. അപ്പോൾ ആ n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ ഇന്നർ ആംഗിൾസിൻ്റെയും വാല്യൂ കിട്ടും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി n-2 ഇൻറ്റു 180 കണ്ടതാണ്, അതായത് 180 നമുക്ക് കിട്ടിയതാണ്. സോ അത് നമ്മൾ ചെയ്യാം. ട്രയാങ്കിളിൻ്റെ കാണാം. 3 - 2 ഇൻറ്റു 180 ബൈ 3. അപ്പോൾ ഇതെന്ത് വരും? 180/3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രീസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ. സ്ക്വയറിന് എന്താണ്? 4 - 2 ഇൻറ്റു 180 ബൈ 4. 4 - 2 ഇൻറ്റു 180 നമ്മൾ 360 ഇവിടെ കണ്ടു. 360/4, അതായത് 90 ഡിഗ്രീസ്. ദെൻ നെക്സ്റ്റ് പെൻറ്റഗൺ. പെൻറ്റഗൺ 5 സൈഡ്സ് ആണ്. അപ്പോൾ 5 - 2 ഇൻറ്റു 180/5.
ഇത് 540/5 എന്ന് വരും. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 108 degrees. ദെൻ ഹെക്സഗണ് 6 sides ആണ്. സോ 6 - 2 × 180/6. അപ്പോൾ 720/6 എന്ന് വരും. ദാറ്റ് ഈസ് 120 degrees. അപ്പോൾ അടുത്ത സീക്വൻസസ് നമുക്ക് കിട്ടി. 1 inner angles എന്ന് വെച്ചിട്ടുള്ള സീക്വൻസ് ആണ്. 60 degrees, 90 degrees, 108 degree, 120 degrees, etc. ഇനി നെക്സ്റ്റ് കാണാനുള്ളത് 1 outer angle ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് 1 inner angle ആയിരുന്നു. ഇനി 1 outer angle കാണണം. സോ ഔട്ടർ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ കാണാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് നമ്മൾ ഈച്ച് ഇന്നർ ആംഗിൾ കണ്ടു അല്ലേ? 1 ഇന്നർ ആംഗിൾ കണ്ടു, അത് 60 ആയിരുന്നു. അപ്പോൾ ഇവിടെ 60 degrees കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ടോട്ടൽ ആംഗിൾ 180 അല്ലേ വരിക. അപ്പോൾ ഈ 180 നിന്ന് ഇവിടെ 60 മൈനസ് ചെയ്യണം. അതായിരിക്കും ഇതിൻ്റെ 1 ഔട്ടർ ആംഗിൾ വരിക. അപ്പോൾ എന്താ കിട്ടുക? 180 മൈനസ് 60, അതായത് 120 degrees കിട്ടും. അതേപോലെ സ്ക്വയറിന് കാണണമെങ്കിൽ ഇവിടെ നമ്മൾ 90 ആണെന്ന് കണ്ടു. അപ്പോൾ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ ആംഗിൾ, അതായത് ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ഈ 180ന്ന് ഈ 90 എന്ന് പറയുന്ന ഈ ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ഈ ആംഗിൾ കിട്ടും, അതായത് 90 degrees വരും. ദെൻ പെൻറ്റഗൻ്റെ 1 ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 108 degrees ആയിരുന്നു. അപ്പോൾ 180 മൈനസ് 108 degrees എന്ന് പറയുമ്പോൾ ഇത് 72 degree വരും. ദെൻ അതുപോലെ ഹെക്സഗണും കാണാം. ഹെക്സഗണ് 120 ആണ് ഇന്നർ ആംഗിൾ. അപ്പോൾ 180 മൈനസ് 120 ഇസ് ഈക്വൽ ടു 60 degrees. സോ 1 ഔട്ടർ ആംഗിൾ എന്ന് പറയുന്ന സീക്വൻസസ് എങ്ങനെ വരിക? 120 degree, 90 degrees, 72 degree, then 60 degree, etc. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ. Look at these triangles made with dots. How many dots are there in each? Compute the number of dots needed to make the next 3 triangles. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിൽ ഒരു സീക്വൻസസ് ആണ്. ഇതൊരു ടേമാണ്. ദെൻ അടുത്ത ടേം ഇതാണ്, അടുത്ത ടേം ഇതാണ്. അപ്പോൾ ഇതിലെങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്? സീക്വൻസിൽ ഓരോ അടുത്ത ടേം വരുന്നതും ഇപ്പോൾ ഇവിടെ ആദ്യം 3 dots ചെയ്യുന്നു അല്ലേ? അതായത് 1, പിന്നെ ഈ റോല് 2, ദെൻ ഇവിടെ 1, ഈ റോല് 2, ഈ റോല് 3 dots. ഇവിടെ 1, ദെൻ 2, ദെൻ 3, ദെൻ 4. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് 1 ഉണ്ടാവും, 2, 3, 4, 5 ഇത്രയും ഉണ്ടാവും അടുത്ത ടേം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 3 terms കൂടെ നമ്മളോട് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര നമ്പർ ഓഫ് ഡോട്ട്സ് ഈ വരുന്ന 3 ടേംസിൽ കൂടെ വരും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടേംസിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തേൽ 1 + 2, ദെൻ അതായത് 3. ദെൻ അടുത്തതിൽ 1 + 2 + 3 that is equal to 6. Then അടുത്തത് 1 + 2 + 3 + 4 10. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ വരിക? ഇത്രയും നമ്മൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടേംസും കൂടെ കാണണം. അപ്പോൾ എങ്ങനെയാണ് വരിക? അടുത്ത ടേമിൽ 1 + 2 + 3 + 4 + 5 എന്ന് വരും. അതായത് 15 ഡോട്ട്സ് വേണ്ടി വരും നെക്സ്റ്റ് ടേം ഉണ്ടാക്കാൻ. ദെൻ അതിൻ്റെ അടുത്ത ടേം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 + 2 + 3 + 4 + 5 + 6, അതായത് 21 ഡോട്ട്സ് വേണ്ടി വരും. ദെൻ അതിൻ്റെ അടുത്ത ടേം ഫോം ചെയ്യാൻ 1 + 2 + 3 + 4 + 5 + 6 + 7 വരെ ഉണ്ടാവും. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 28 ഡോട്ട്സ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ജസ്റ്റ് ഒരു 3 നമ്പേഴ്സിൻ്റെ സമ്മൊക്കെ കാണാനായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ 2 ടേമാണ്, പിന്നെ നെക്സ്റ്റ് 3 ടേംസ് ആണ്, നെക്സ്റ്റ് 4 ടേംസ് ആണ്. അപ്പോൾ സുഖമായിട്ട് നമുക്കിത് ചെറിയതായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ 5 എണ്ണം ഉള്ളൂ, ദെൻ 6, ദെൻ 7 വരെ. അപ്പോൾ അത് സമ്മ് കാണാൻ ഈസിയാണ്. അപ്പോൾ നമ്മളോട് കുറച്ചും കൂടി വലിയ ടേംസ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ്
20 നമ്പേഴ്സിൻ്റെ ഒക്കെ സം. ഇതിപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ സമ്മാണ് 3, ഫസ്റ്റ് 3 നമ്പേഴ്സിൻ്റെ സമ്മാണ് 6, അങ്ങനെയല്ലേ. അപ്പോൾ ഒരു ഫസ്റ്റ് 20 നമ്പേഴ്സിൻ്റെ ഒക്കെ സമ്മ് കാണാൻ പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, n×n+1/2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 20 നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം എന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നാൽ ജസ്റ്റ് ഈ എന്നിന് നമ്മൾ 20 വാല്യൂ ഇടുക. ഓക്കെ, അപ്പോൾ 20 × 20+1 എന്ന് പറയുന്നത് 21/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ് വരിക? 20/2 വരുമ്പോൾ 10 പറയും. അപ്പോൾ 210 ആയിരിക്കും ആ ഫസ്റ്റ് 20 ടേംസ്, അതായത് 1 + 2 + 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 20 വരെ നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 210 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. Question number 3. Write down the sequence of natural numbers leaving remainder 1 on division by 3 and sequence of natural numbers leaving remainder 2 on division by 3. അപ്പോൾ തേർഡ് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതണം. അതിൻ്റെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? അതിൻ്റെ റിമൈൻഡർ ഓരോ ടേമിനെയും നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ഉണ്ടാവണം. അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ അത് കാണാൻ എന്താണ്, 3ൻ്റെ മൾട്ടിപ്പിൾ ആവരുത്, അതായത് 3ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ ഒരു +1 കൂടിയും ആഡ് ചെയ്ത നമ്പേഴ്സ് ആയിരിക്കും അപ്പോൾ ആ സീക്വൻസിൽ ഉണ്ടാവുക ഓരോ ടേംസും. അപ്പോൾ എങ്ങനെ അത് കാണാൻ നോക്കാം. ഫസ്റ്റ് 1 3 × 0 + 1 അതായിരിക്കും വരിക. അതായത് 3ൻ്റെ മൾട്ടിപ്പിൾ ആവരുതല്ലോ, 3ൻ്റെ മൾട്ടിപ്പിൾ +1 ആവണം. അപ്പോഴല്ലേ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേം 3ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ 3 6 അങ്ങനെ വരും. അപ്പോൾ നമ്മൾ 4 ഒരു ടേം ആയിരിക്കും ഈ സീക്വൻസിലുള്ള, കാരണം 4നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാലൻസ് ആയിട്ട് ഒരു 1 വരും. അങ്ങനെയുള്ള നമ്പേഴ്സ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് 3ൻ്റെ മൾട്ടിപ്പിൾ 6 ആണ്. അപ്പോൾ ആ 6ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 6ൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യുക, അതായത് 7 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴും നമുക്ക് റിമൈൻഡർ എന്ത് വരും? 1 വരും. അങ്ങനെ 1 ലീവ് ചെയ്യണം. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ലീവ് ചെയ്യുന്ന സീക്വൻസ് ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ 3 × 0 + 1 എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ 1 എന്താണ്? 3 വെച്ചിട്ട് 1 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ഫോം ചെയ്യും. ദെൻ നെക്സ്റ്റ് 3 × 1 + 1, 3 × 1 3 + 1 4. അപ്പോൾ 4/3 ചെയ്താലും 1 റിമൈൻഡർ ഫോം ചെയ്യും. ദെൻ 3 × 2 + 1 7, 3 × 3 + 1 10. ഓക്കെ, ഇതിലൊക്കെ എന്താണ് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? ഒരു റിമൈൻഡർ എന്ന് പറയുന്നത് 1 നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു സീക്വൻസ്, ഫസ്റ്റ് സീക്വൻസ് ഫോം ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് വരും 1 4 7 10 എക്സെട്ര. അപ്പോൾ ആ സീക്വൻസ് കിട്ടി. ദെൻ അടുത്തത് നമ്മളോട് പറഞ്ഞത് ഒരു നമ്പറിനെ, നാച്ചുറൽ നമ്പറിനെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ് റിമൈൻഡർ വന്നത്, അതേപോലെ തന്നെ 2 റിമൈൻഡർ വരണം. അപ്പോൾ അത് സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഈ +1 എന്നുള്ളതിന് പകരം +2 ചെയ്ത് കൊടുത്താൽ മതി. 3 × 0 + 2 2, 3 × 1 + 2 5, 3 × 2 + 2 8, 3 × 3 + 2 11. ഓക്കെ, അപ്പോൾ അടുത്ത സീക്വൻസ് എങ്ങനെ വരും? 2 5 8 11. അപ്പോൾ ഇതിൽ ഓരോ ടേംസിന് 2നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. 5നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. 8നെയും 11നെയും ഒക്കെ എന്താണ് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 2 കിട്ടും. അപ്പോൾ ആ സീക്വൻസ്, ആ ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കാം. Fourth question. Write down the sequence of natural numbers ending in 1 or 6 and describe it in 2 other ways. സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ 1 വെച്ചിട്ടും 1 എന്ന ഡിജിറ്റ് വെച്ചിട്ടും 6 എന്ന ഡിജിറ്റ് വെച്ചിട്ടും എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കണം ഓരോ ടേംസും. അങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താ വരിക? ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ ചെയ്യുന്ന ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഒന്നുമില്ല, ഡയറക്റ്റ് എഴുതിയാൽ മതി. ഫസ്റ്റ് ഇപ്പോൾ 1 വരും. ദെൻ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത് പോവാം. 1 2 3 4 5 6 അങ്ങനെ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ നെക്സ്റ്റ് 6ലാണ് ഈ പറഞ്ഞ 2 ഡിജിറ്റ്സ് തന്നെ, ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 6 എൻഡ് ചെയ്യണത്. അപ്പോൾ നെക്സ്റ്റ് 6 വരും. ദെൻ 7 8 9 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ 11
11ൽ 1 വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ദെൻ 16 വരും, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ നെക്സ്റ്റ് 21 വരും, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് നമ്മൾ എഴുതി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 അതർ വേയ്സ്. അപ്പോൾ വേറെ 2 രീതിയിൽ കൂടി നമ്മളിത് ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ ഈസി ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്താ, ഓരോ ടേംസിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ്, അതായത് 1ൻ്റെയും 6ൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ് എന്താണ്? 5 ആണ്. അതുപോലെ 6ൻ്റെയും 11ൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. ദെൻ 11, 16 തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെയും ഇത് 5 ആണ്. 5 ആണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും ടേംസിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ എഴുതാം? Write a sequence of natural numbers starting with 1 and common difference 5 എന്ന് എഴുതാം. അപ്പോൾ ഒരു സീക്വൻസ് നമുക്ക് അങ്ങനെ ഫോം ചെയ്യാം. പിന്നെ വേറൊരു രീതിയിൽ ഇത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഓരോ ടേംസിനെയും നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 1/5 എന്ന് പറഞ്ഞാൽ അവിടെ റിമൈൻഡർ എന്ത് വരും? 1 എന്ന് വരും. ദെൻ നെക്സ്റ്റ് 6/5 ചെയ്ത് കഴിഞ്ഞാലും റിമൈൻഡർ എന്ത് വരും? 1 വരും. ദെൻ അതേപോലെ തന്നെ 11ഉം 16ഉം 21ഉം ഒക്കെ 5 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ആയിട്ട് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനെ 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തു ഈ സീക്വൻസിനെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 5. A tank contains 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as a sequence. അപ്പോൾ എന്താ 5th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമുക്ക് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 ലിറ്റേഴ്സ് ആണ്. ഈ ടാങ്കിൽ ഓരോ സെക്കൻഡിലും 5 ലിറ്റേഴ്സ് വെച്ചിട്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലോ വെച്ചിട്ട് നമുക്കൊരു സീക്വൻസ് എഴുതണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നോക്കാം. 5th ക്വസ്റ്റ്യൻ. ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 1000 ലിറ്റേഴ്സ് ആണ്. ഇനി ഓരോ സെക്കൻഡിലും, അതായത് ഫസ്റ്റ് സെക്കൻഡിൽ അതിൽ നിന്ന് 5 ലിറ്റേഴ്സ് പുറത്തു പോകും. 5 ലിറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ ഇതിൽ എത്ര ഉണ്ടാവുക? 995 ലിറ്റേഴ്സ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് സെക്കൻഡിൽ, അടുത്തൊരു സെക്കൻഡിൽ വീണ്ടും ഒരു 5 ലിറ്റേഴ്സ് പോകും. അപ്പോൾ 990 ലിറ്റേഴ്സ് അതിലുണ്ടാവും. പിന്നെയും അടുത്ത സെക്കൻഡിൽ എത്ര പോകും? 5 ലിറ്റേഴ്സ് പോകും. അപ്പോൾ അത് 985 ലിറ്റേഴ്സ് ആവും. അങ്ങനെ ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സീക്വൻസ് എങ്ങനെ എഴുതാം? ആദ്യം 1000 ലിറ്റേഴ്സ് ആയിരുന്നു, പിന്നെ 5 ലിറ്റേഴ്സ് പോയി, അപ്പോൾ 995 ആയി. ദെൻ നെക്സ്റ്റ് 990, ദെൻ 985, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, സോ ടെക്സ്റ്റിലുള്ള ഫസ്റ്റ് എക്സസൈസ് ഇവിടെ കംപ്ലീറ്റ് ആയി. അതായത് പേജ് നമ്പർ 10ലും 11ലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.